പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്. തിരുനാളുകളുടെ തിരുനാളായ വിശുദ്ധ കുർബാന, നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായ വിശുദ്ധ കുർബാന, നമുക്ക് ജീവൻ നൽകുന്ന ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ പൂർണ്ണത, നമ്മളാരും നശിച്ചു പോകാതെ ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണം, എല്ലാമാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയുടെ ഈ തിരുനാൾ ദിനത്തില് വലിയ സന്തോഷത്തോടെ, നന്ദിയോടെ, ദൈവത്തിന്റെ അനന്തമായ കരുണയോർത്ത് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിശുദ്ധ കുർബാനയുടെ തിരുനാളിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപകളും ഹൃദയത്തിൽ നിന്ന് ആഴമായ സ്നേഹത്തോടെ നേരുകയാണ്. കുർബാനയുടെ ശക്തി ഇന്നേ ദിനം നമ്മിലും നമ്മുടെ കുടുംബത്തിലും പ്രത്യേകിച്ച് നമ്മുടെ മക്കളിലും നിറയട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ജൂൺ മാസത്തില് തിരുഹൃദയത്തിന്റെ സ്നേഹം, കർത്താവിന്റെ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോ ആ മാസത്തിൽ തന്നെ ഈ വിശുദ്ധ കുർബാനയുടെ തിരുനാള് ആ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് നമ്മെ ചേർത്ത് പിടിക്കാൻ വേണ്ടി നമ്മുടെ ദൈവം നമുക്ക് തരികയാണ്. വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ഒത്തിരിയേറെ വാഗ്ദാനങ്ങൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നിങ്ങൾ എല്ലാവരും ഇന്ന് സമയം കിട്ടുമ്പോൾ വായിക്കണം. ജീവന്റെ അപ്പത്തെ കുറിച്ച് ഈശോ പറയുന്ന തിരുവചനങ്ങൾ, ഒത്തിരിയേറെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് തന്റെ മക്കളെ ആ സ്നേഹത്തിൽ ചേർത്ത് പിടിച്ച് കർത്താവിന്റെ വലിയ കരുണയും ജീവനും ഒക്കെ നമുക്ക് തരാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 27-ാം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുക. അതാണ് വിശുദ്ധ കുർബാന, അനശ്വരമായ അപ്പം. ആ അപ്പത്തെ കുറിച്ച് പറഞ്ഞത്, ഈ അപ്പം ഭക്ഷിച്ചാൽ പിന്നെ നിനക്ക് ഒരിക്കലും വിശക്കത്തില്ല, ദാഹിക്കത്തില്ല. ഈ അപ്പം ജീവൻ നൽകുന്ന അപ്പമാണ്, യഥാർത്ഥമായ അപ്പമാണ്. ഈ അപ്പത്തിന്റെ വാഗ്ദാനങ്ങൾ ഏറെയാണ്. നമുക്ക് കുറച്ച് വാഗ്ദാനങ്ങൾ മാത്രം അച്ഛനിപ്പോൾ വചനത്തിൽ വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വചനം പറയുകയാണ്, ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. കേട്ടോ, ഈ അപ്പം ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. അനശ്വരമായ നിത്യജീവിതത്തിന്റെ അപ്പം ഇത് ഭക്ഷിച്ചാൽ മരിക്കത്തില്ല. നമുക്ക് വിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിന്റെ ജീവനോളം നിറവ് നൽകിക്കൊണ്ട് ഒരിക്കലും മരിക്കാത്ത ഒരു ജീവിതത്തിലേക്ക്, നിത്യജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്ന അപ്പമാണ് വിശുദ്ധ കുർബാന. വീണ്ടും പറയാണ്, ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. യേശുവിന്റെ തിരുശരീരം, യേശുവിന്റെ തിരുരക്തം. വിശുദ്ധ കുർബാന ലോകത്തിന്റെ ജീവന് വേണ്ടി, നമ്മുടെ ജീവന് വേണ്ടി, മാനവകുലത്തിന്റെ ജീവന് വേണ്ടി യേശു തരുന്നതാണ് ഈ വിശുദ്ധ കുർബാന. വീണ്ടും അടുത്ത വാഗ്ദാനം കേട്ടെ, 53-ാമത്തെ വചനം പറയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകത്തില്ല. ജീവൻ നൽകാൻ ദൈവം തന്ന വലിയ അനുഗ്രഹമാണ് അവിടുത്തെ തിരുശരീരവും രക്തവും, അവിടുത്തെ ജീവന്റെ സമൃദ്ധി. അത് സ്വീകരിക്കാൻ ഈശോ തന്നെ നമുക്ക് കീറി മുറിച്ച് നൽകുന്ന വിശുദ്ധ കുർബാന. എന്റെ പ്രിയപ്പെട്ട മക്കളെ, വീണ്ടും 6-ാം അധ്യായത്തിന്റെ 56-ാം വചനം പറഞ്ഞുകൊണ്ട്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മിൽ വസിക്കുന്നു, നാം ഈശോയിൽ വസിക്കുന്നു. ഈശോയുടെ വലിയ വാഗ്ദാനമാണ് നമ്മുടെ കൂടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലും കർത്താവിന്റെ സാന്നിധ്യം പറഞ്ഞ് ലോകാവസാനം വരെ നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിച്ചു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കൂടെ വസിക്കാൻ, നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ, നമുക്ക് ജീവൻ തരാൻ, നമ്മെ ശക്തിപ്പെടുത്താൻ ഈശോ തന്നെ നമുക്ക് നൽകുന്ന സാന്നിധ്യമാണ്, ഈശോയെ തന്നെ നൽകുന്ന കാരുണ്യമാണ് വിശുദ്ധ കുർബാന.
ഈ വിശുദ്ധ കുർബാനയെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരത്തില്ല. അത്രമാത്രം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴമളക്കാനാകാത്ത കരുണയുടെ ഒത്തിരിയേറെ അനുഭവമാണ് മക്കളെ വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയെ സ്വന്തമാക്കി ആ ജീവന്റെ സമൃദ്ധിയിൽ നിറഞ്ഞ് ഈ ലോകത്തെ, ജഡത്തെ, പിശാചിനെ പരാജയപ്പെടുത്തി യേശുവിൽ ജീവിക്കാൻ, യേശുവിൽ ഒന്നായി തീരാൻ കർത്താവ് നൽകുന്ന വലിയ അനുഗ്രഹമാണ് വിശുദ്ധ കുർബാന. നമുക്കറിയാം ഈശോയുടെ വലിയൊരു വേദനയുണ്ട്. ഈശോയുടെ വലിയ വേദന മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ പറഞ്ഞുണ്ട്, എന്റെ ഹൃദയം മരണത്തോളം വേദനിക്കുന്നു, മരണവേദന അനുഭവിക്കുന്നു. ഈശോയുടെ വേദനയുണ്ട് മക്കളെ. ഈശോ ഇതുപോലെ വിശുദ്ധ കുർബാനയായിട്ട് മാറി. നമുക്കറിയാം ഈശോ വിശുദ്ധ കുർബാനയായിട്ട് മാറാൻ വേണ്ടി ചെയ്ത സഹനങ്ങള്, ചെയ്ത പ്രവർത്തികള്, ഏറ്റെടുത്ത മുറിവുകള്, ഏറ്റെടുത്ത പീഡകള്, കുരിശുമരണം, ഇതെല്ലാം എന്തുമാത്രം സ്നേഹത്തോടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പാട്ട് കേൾക്കാനുണ്ടായി. ക്രൂശാകും മേശയിൽ സ്നേഹ കനലിൽ ചുട്ടെടുത്ത അപ്പമാണ് വിശുദ്ധ കുർബാന എന്ന്. കർത്താവിന്റെ സ്നേഹമാകുന്ന ആ പാരമ്യത്തിന്റെ കനലില്, കുരിശാകുന്ന മേശയില്, സ്നേഹത്തിന്റെ കനലില് ചുട്ടെടുത്ത് അപ്പമായിട്ട് വിശുദ്ധ കുർബാനയായിട്ട് മാറുന്ന ഈശോ നമുക്ക് വേണ്ടി ഒത്തിരിയേറെ സഹിച്ചിട്ടാണ് വിശുദ്ധ കുർബാനയായിട്ട് മാറിയത്. അതെന്തിനു വേണ്ടിയാ? വിശുദ്ധ കുർബാന കർത്താവിന്റെ കുരിശിലെ ബലിയാണ് മക്കളെ. കർത്താവിന്റെ കുരിശിലെ ബലിയുടെ ഫലമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളില് ദിവ്യകാരണ അത്ഭുതങ്ങള് നമ്മൾ കാണുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ കുർബാന യേശുവിന്റെ തിരുശരീരവും തിരുരക്തവുമായിട്ട് മാറിയ അത്ഭുതങ്ങളില് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ജീവനുള്ള ഒരു യുവാവിന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ് വിശുദ്ധ കുർബാന. യേശുവിന്റെ ഹൃദയം കീറി പറിച്ച് മുറിച്ച് സ്നേഹത്തോടെ നമുക്ക് തരുക. അത് മരിച്ചിട്ടല്ല, ജീവനുള്ള യുവാവായ യേശുവിന്റെ ഈ തിരുഹൃദയം നമുക്ക് കീർത്തന്നതാണ് വിശുദ്ധ കുർബാന. ആ രക്തം AB പോസിറ്റീവ്, കർത്താവിന്റെ രക്തം എല്ലായിടത്തും ടെസ്റ്റുകൾ തെളിയിച്ചു. കർത്താവിന്റെ രക്തം കർത്താവിന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ് വിശുദ്ധ കുർബാന. നമ്മള് ദിവസങ്ങളൊക്കെ ഈ നാളുകളില്, ഞാൻ ഇന്നലെ എറണാകുളത്തടുത്ത് നമുക്കറിയാം മാടവന പള്ളിയില് കഴിഞ്ഞ 2024 പലവട്ടം വിശുദ്ധ കുർബാന രൂപമാറ്റം വരുത്തി കർത്താവ് തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തി. ഒരു കുഞ്ഞിന്റെ നാവില് ഈശോ സ്വീകരിച്ചപ്പോ ഈശോ തിരുശരീരമായിട്ട് മാറിയ സത്യമായ അനുഭവങ്ങൾ നമ്മൾ കണ്ടു. ഞാൻ ആ പള്ളി പോയി ഇന്നലെ കുറെ സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ ഫുൾ ടൈം ആരാധനയ്ക്ക് വിളിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ വേദനയോടെ ഇന്ന് കാണിച്ചു തരുമ്പോ നമുക്കളെ വിളക്കന്നൂര് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഏറ്റവും അടുത്ത് കണ്ട അത്ഭുതമാണ്. കർത്താവിന്റെ തിരുമുഖം തിരുവോസ്തിയിൽ പതിച്ചുകൊണ്ട് അത് സാക്ഷ്യപ്പെടുത്തി ഉറപ്പിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് സഭ അത് നമുക്ക് ഉറപ്പിച്ചു തന്നു. ഇതൊക്കെ എന്തിനാ മക്കളെ? ഈശോയെ തിരസ്കരിച്ചുകൊണ്ട്, ഈ വിശുദ്ധ കുർബാനെ അവിശ്വസിച്ചുകൊണ്ട്, വിശുദ്ധ കുർബാനെ അവഹേളിച്ചുകൊണ്ട് അനേക മക്കള് കർത്താവിനെ വിട്ടു പോകുമ്പോ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശുദ്ധ കുർബാന എന്റെ ശരീരമാണ് മക്കളെ, എന്റെ രക്തമാണ് മക്കളെ എന്ന് പറഞ്ഞ് ഈശോ വിശുദ്ധ കുർബാനയെ ഉറപ്പിച്ചുകൊണ്ട് ഈ കുർബാനയിലൂടെ കർത്താവ് തരുന്ന രക്ഷ എല്ലാ മക്കളും സ്വന്തമാക്കി എടുക്കാൻ വേണ്ടി ഈശോ തന്നെ വീണ്ടും വീണ്ടും വെളിപ്പെടുത്തി തരിക. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ വിശുദ്ധ കുർബാനയെ നമ്മൾ അറിയണം. വിശുദ്ധ കുർബാന അടിസ്ഥാനം നമുക്ക് ജീവൻ ഉണ്ടാകാൻ, നമ്മൾ വളരാൻ, നമ്മൾക്ക് ശക്തി പ്രാപിക്കാൻ, കർത്താവിനെ കൂടെ നിർത്താൻ, കർത്താവിന്റെ സാന്നിധ്യ ശക്തി അനുഭവിക്കാൻ നമുക്കിടയാകുന്ന രീതിയിൽ വിശുദ്ധ കുർബാന ബന്ധത്തില് നമ്മൾ ആഴപ്പെട്ടു വളരണം. ദിവ്യകാരുണ്യം, ഈശോയുടെ സജീവ സാന്നിധ്യം, ഇതൊക്കെ നമ്മൾ ശരിക്കും അനുഭവിച്ചുകൊണ്ട് കുർബാന യോഗ്യതയോടെ സ്വീകരിച്ച് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്കാരികതയ 1-ാം ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിൽ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞിട്ട് ആ കുർബാന സ്വീകരിക്കുന്നതിനെ കുറിച്ച് യോഗ്യതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പാപികളാണ്, ബലഹീനരാണ്. കുമ്പസാരിച്ച് ഒരുങ്ങി വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയാൽ നിറയപ്പെട്ട്, ഈശോയുടെ ജീവനാൽ നിറയപ്പെട്ട്, ഈശോയുടെ കൃപയാൽ നിറയപ്പെട്ട് നമ്മൾ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാ. അതുകൊണ്ട് മക്കളെ, വിശുദ്ധ കുർബാന തിരുനാൾ ആഘോഷിക്കുമ്പോ ഇതെല്ലാം നമ്മൾ ആഴത്തിൽ ധ്യാനിക്കണം. വിശുദ്ധ ബൈബിൾ മുഴുവനും പൂർത്തീകരിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാനയിലാണ്.
കർത്താവിന്റെ വാഗ്ദാനങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാനയിലാണ്. മരണമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിച്ചുകൊണ്ട് രോഗത്തെ, നാശത്തെ, പിശാചിനെ, മരണത്തെ എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മെ ജീവനിലേക്കും രക്ഷയിലേക്കും നയിച്ചത് ഈ വിശുദ്ധ കുർബാനയിലാണ്. ഈ കുരിശിലെ ബലി ഇവിടെ എന്താ കർത്താവ് ചെയ്തേ? നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു. ഈ കുർബാനയിൽ പാപം നീക്കി, ശാപം നീക്കി, മരണം നീക്കി, കടങ്ങൾ വീട്ടി, പിശാചിന്റെ ആധിപത്യങ്ങൾ തകർത്തെറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ കുർബാനയെ അറിഞ്ഞ് ആ ബലിയിൽ സംഭവിച്ച കാര്യങ്ങൾ സ്വന്തം ജീവിതത്തില് അവകാശപ്പെട്ട് സ്വീകരിച്ച് അതിനുവേണ്ടി കുമ്പസാരിച്ച് കർത്താവ് ചെയ്ത പ്രവൃത്തികളെ, വിശുദ്ധ കുർബാനയില് കർത്താവ് ചെയ്ത പ്രവൃത്തികള് അത് നമ്മൾ സ്വന്തമാക്കിയെടുത്ത്, നമ്മുടെ കുടുംബത്തിന് വേണ്ടി സ്വന്തമാക്കിയെടുത്ത്, നമ്മുടെ പാരമ്പര്യത്തിന് വേണ്ടി സ്വന്തമാക്കിയെടുത്ത്, നമ്മുടെ പൂർവികർക്ക് വേണ്ടി സ്വന്തമാക്കിയെടുത്ത്, നമ്മുടെ മക്കൾക്ക് വേണ്ടി സ്വന്തമാക്കിയെടുത്ത്, എന്റെ പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കുർബാനയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞാൽ യഥാർത്ഥമായ രക്ഷ, യഥാർത്ഥമായ സൗഖ്യം, യഥാർത്ഥമായ വിടുതൽ, യഥാർത്ഥമായ ജീവന്റെ സമൃദ്ധി അതിനാൽ തന്നെ നമുക്ക് ദൈവം നൽകുകയാണ് ഈ വിശുദ്ധ കുർബാനയിലൂടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ വിശുദ്ധ കുർബാനയെ നമ്മൾ അറിഞ്ഞ്, സ്നേഹിച്ച്, സ്വീകരിച്ച് സ്വന്തമാക്കണം. അതുകൊണ്ടാണ് നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തിലെ ശക്തീകരണ ധ്യാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഒരു ശുശ്രൂഷയാണ് വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ബോധ്യങ്ങളും സത്യമായ വചനത്തിന്റെ അടിസ്ഥാനങ്ങളും ഉറപ്പിച്ചുകൊണ്ട് പാപപരിഹാര ബലി കുടുംബത്തിനു വേണ്ടി, വ്യക്തി ജീവിതത്തിനു വേണ്ടി, പൂർവികർക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ഈ 5 കാര്യങ്ങൾ, പാപത്തിന്റെ, ശാപത്തിന്റെ, മരണത്തിന്റെ, കടത്തിന്റെ, പിശാചിന്റെ ആധിപത്യങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മെ വീണ്ടെടുത്ത, മോചിപ്പിച്ച, രക്ഷിച്ച കർത്താവിന്റെ വലിയ കരുണ, അത് മഹത്വത്തിന്റെ സമ്പന്നതയാണ്. അത് സ്വന്തമാക്കി എടുത്തുകൊണ്ട് അതിലൂടെ, ആ കുർബാനയിലൂടെ, വിശുദ്ധ കുർബാനയായിട്ട് തന്റെ തിരുശരീരത്തിലൂടെ, തിരുരക്തത്തിലൂടെ നമുക്ക് ജീവൻ നൽകുന്ന കർത്താവിനെ സ്വീകരിച്ച്, നമ്മിലൂടെ നമ്മൾ സ്വീകരിച്ച കർത്താവിനെ നമ്മുടെ കുടുംബവൃക്ഷത്തിലേക്ക്, മക്കളിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക്, സഹോദരങ്ങളിലേക്ക്, മരിച്ചുപോയ പൂർവികരിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക് ഈ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി, ജീവന്റെ സമൃദ്ധി കുർബാനയിലൂടെ നിറച്ചെടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അനുഭവിക്കുന്ന രക്ഷ അതിൽ പൂർണ്ണതയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ധ്യാനത്തിന് ശുശ്രൂഷകൾക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ രക്ഷാകര പദ്ധതി. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയും, നമ്മുടെ അടുത്ത ഒത്തിരിയേറെ മക്കൾ വരുമ്പോ ഈ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, 100 കണക്കിന് പേരെ ഓരോ ദിവസം വിളിക്കണേ. ആ പ്രശ്നം, മക്കളുടെ പ്രശ്നം, കുടുംബത്തിന്റെ പ്രശ്നം, പല പല കാര്യങ്ങൾ. ഞാൻ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, വിശുദ്ധ കുർബാനയുണ്ടോ? അതിനുവേണ്ടി കുമ്പസാരമുണ്ടോ? ഒരു കാര്യം ഓർത്തോ, നല്ല പോലെ ഒരുങ്ങി നമ്മളൊക്കെ പാപികളാണ്, പലവട്ട വീട് പോകുന്നവരാ, ബലഹീനരാ, ദുർബലരാ. അതുകൊണ്ട് തന്നെ അടുപ്പിച്ചടുപ്പിച്ച് കുമ്പസാരിച്ച് പാപപരിഹാര ബലിയർപ്പിച്ച് യേശുവിനെ സ്വീകരിച്ച് ആ ജീവന സമൃദ്ധിയിൽ നിറയപ്പെട്ട് ആ കർത്താവിന്റെ കൂടെ ഇരുന്ന് കർത്താവിനാൽ നയിക്കപ്പെടുന്ന ഒരു മകനും ഒരു മകൾക്കും ഒരിക്കലും തോൽവിണ്ടാവില്ല, അവർ തോൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ പോയ ഒരുവനെ പോലും, യഥാർത്ഥത്തില് അങ്ങനെ പോയ ഒരുവനെ പോലും നശിപ്പിക്കാനോ തകർക്കാനോ, ഇനി തോറ്റാലും നിരാശപ്പെടാനോ മരിച്ചാലും അവൻ പിടിക്കില്ല. കാരണം ഈശോ പറഞ്ഞില്ലേ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഈ ലോകത്തിൽ മരിച്ചാലും ജീവിക്കും. അത് അങ്ങേറ്റത്തെ ഒരു തലമാണ്, മരിച്ചാലും ജീവിക്കും. കാരണം അവൻ ഈശോയെ സ്വീകരിച്ചേക്കണേ. അവൻ ഈ ലോകത്തൊന്നും കിട്ടിയില്ലേലും, ജോലി കിട്ടിയില്ലേലും, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും അവൻ യേശുവിനെ സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ അവന് ജീവനുണ്ട്, അവന് ഏറ്റവും വലിയ സമ്പത്തായ യേശുവുണ്ട്. നമ്മളിത് കുർബാനയൊക്കെ സ്വീകരിക്കും. ഞാൻ ഉൾപ്പെടെ ഇന്നലെ ആ പള്ളിയിൽ നിന്ന് ധ്യാനിച്ചപ്പോ, പ്രാർത്ഥിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട മക്കൾ എന്റെ മനസ്സിലേക്ക് വന്നത്, നമ്മള് ബലിയർപ്പിക്കുന്നു. ഞാൻ അവിടുത്തെ വികാരിച്ചുമായിട്ട് കുമ്പസാരിച്ച് സംസാരിച്ച് അച്ഛൻ പറയാണ്, നമ്മളെ പോലെ അച്ഛന്മാരെ പോലെ ഇതുപോലെ ശക്തിയുള്ള ആരോ ഉള്ള ഒരു അപ്പം എടുത്ത്, ഒരു പാനപാത്രം എടുത്ത്, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ് എന്ന് പറയുമ്പോ
യേശുവിന്റെ രക്തമായിട്ട് മാറുന്ന, അത് കർത്താവിന്റെ ശരീരമായിട്ട് മാറുന്ന ഒരു പ്രവൃത്തി ആർക്ക് ചെയ്യാൻ പറ്റും? ഒരു പ്രൈം മിനിസ്റ്ററിന് പറ്റുമോ? ഒരു പ്രസിഡന്റിന് പറ്റുമോ? ഈ ലോകത്തിൽ ആർക്കെങ്കിലും പറ്റുമോ? ഒരുവനും പറ്റില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതാ പൗരോഹിത്യം. ആ പൗരോഹിത്യം നശിച്ചാൽ കുർബാന നശിക്കും, കുർബാന തകരും. കുർബാന എന്ന് പറഞ്ഞാൽ അതിന്റെ ചൈതന്യം കുർബാനയ്ക്കൊന്നും പറ്റില്ല. കർത്താവിന്റെ ബലി തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അത് സ്വന്തമാക്കേണ്ട പോലെ സ്വന്തമാക്കിയിട്ടില്ല. എന്റെ മനസ്സിലേക്കൊന്നും വലിയൊരു സങ്കടം. അത്ര നല്ല കാരുണ്യമായ യേശു തന്നെ നൽകിയിട്ട് നമ്മുടെ പാപങ്ങളും നമ്മുടെ അനന്തര ഫലങ്ങളും എല്ലാം നീക്കി ബലിയർപ്പിച്ച് കുർബാനയായിട്ട് മാറിയിട്ടും എന്റെ പ്രിയപ്പെട്ട മക്കളെ, ആ കർത്താവിനെ സ്വീകരിക്കാതെ നമ്മുടെ നിങ്ങളുടെ മക്കളെ ഓർത്തു നോക്കി. മക്കൾക്ക് ഈ കുർബാന ബന്ധമുണ്ടോ? ഈ കർത്താവിനെ സ്വീകരിച്ച് യേശുവിനാൽ നിറയപ്പെട്ട്, യേശുവിൽ ഉറപ്പിക്കപ്പെട്ട്, യേശുവിന്റെ ജീവനാൽ നിറയപ്പെട്ട്, ആ കൃപയ്ക്ക് മേൽ കൃപ നിറയപ്പെടുന്ന വിശുദ്ധ കുർബാനയിലൂടെ യേശുവാകുന്ന ജീവന്റെ സമൃദ്ധി നിറയപ്പെട്ട് ജീവിക്കുന്ന മക്കളാണ് നമ്മുടെ മക്കള്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, അവന്റെ കൂടെ കർത്താവ് ലോകാവസാനം വരെ കർത്താവിന്റെ കൂടെ പ്രവർത്തിക്കും. കർത്താവിന്റെ കൂടെ നിന്ന് അവനെ പഠിപ്പിക്കും. കർത്താവ് അവന് വേണ്ടി യുദ്ധം ചെയ്യും. പഴയ നിയമത്തില് കർത്താവിനെ കൂടെ നിർത്തിയ, പുതിയ നിയമത്തിലും എല്ലാ മക്കളിലും കർത്താവിനെ കൂടെ നിർത്തിയവർ അനുഭവിച്ച വിജയം, സഹനത്തിൽ ശക്തി, രക്തസാക്ഷ്യത്തിൽ കരുത്ത്, ഈ ലോകത്തെ പരാജയപ്പെടുത്തി, പിശാചിനെ പരാജയപ്പെടുത്തി, ആധിപത്യങ്ങളെ അധികാരങ്ങളെ നിരായുധമാക്കിയ കൊളോസോസ് 2:14 അത്ഭുത ശക്തി ദൈവമക്കളിൽ പ്രകടമാകും. അവനെ തൊടാൻ പറ്റില്ല പിശാചിന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ, ഇതൊക്കെ നമുക്ക് സംലഭ്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, വിളക്കന്നൂരും മാടവനയും നമ്മുടെ നാട്ടില് ഈ ദിവ്യകാല അത്ഭുതങ്ങൾ കർത്താവ് ഇതുപോലെ പ്രവർത്തിക്കുമ്പോ അതിന്റെ പിന്നില് കർത്താവിന്റെ ചങ്കല വേദനയുടെ മക്കളെ. ഈ കുർബാന അറിയാതെ, ഈ കുർബാന അനുഭവിക്കാതെ, ഈ സത്യം തിരിച്ചറിയാതെ ജീവിക്കുന്ന കേരളത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളായ നമ്മുടെ മക്കളെ ഓർത്ത്, നമ്മെ ഓർത്ത് വേദനിക്കുന്ന കർത്താവിന്റെ ഹൃദയ വ്യഥയാണ് മക്കളെ. ഈ രണ്ട് അത്ഭുതങ്ങളെന്നും അടിയുറച്ച് വിശ്വസിക്കുക. എന്നിട്ട് കുർബാനയിലേക്ക് അടുക്കുക, വിശുദ്ധ കുർബാനയിലേക്ക് അടുക്കുക, അതിനുവേണ്ടി കുമ്പസാരിക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക. നമ്മുടെ അനേക മക്കൾ ഇതൊന്നും അറിയില്ല. കുർബാന എന്തെന്നറിയാത്ത ക്രിസ്ത്യാനികളായി മാറിപ്പോയില്ലേ മക്കളെ? നമ്മുടെ മക്കളും നമ്മളൊക്കെ ഈശോയോട് ചേർന്ന് ഈശോയെ സ്വീകരിച്ച് ഈശോയെ സ്വന്തമാക്കി ആ ജീവനില് അങ്ങനെ മുന്നോട്ട് പോയാണ്ടല്ലോ. പഠനം, ബിസിനസ്, ജോലി, സ്വഭാവം എന്തു വന്നാലും പ്രശ്നമില്ല. കർത്താവിന്റെ കൂടെ ഉണ്ട്. കർത്താവിനിൽ നിന്ന് പ്രവർത്തിക്കും. കർത്താവിന് ജീവൻ തരും. കർത്താവിനെ കൈവിടില്ല. എന്റെ കർത്താവ് എനിക്ക് വേണ്ട എല്ലാം തരും. ആ കർത്താവിന്റെ സ്വന്തമാ. അതാണ് കർത്താവ് നമുക്ക് വേണ്ടി തരുന്നത്. നമ്മിൽ ഒന്നായി തീരാൻ, നമ്മെ സ്വന്തമാക്കാൻ, നമ്മുടെ സ്വന്തമായി തീരാൻ ഈശോ ചെയ്യുന്ന വലിയ പ്രവൃത്തിയാണ് മക്കളെ വിശുദ്ധ കുർബാന. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾക്കൊന്ന് പരിശോധിക്കുക, നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് പരിശോധിക്കുക, നമ്മുടെ വ്യക്തി ജീവിതങ്ങളൊന്ന് പരിശോധിക്കുക. കുർബാന ബന്ധം എന്തുമാത്രമുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഈശോ പറഞ്ഞ ഇന്നെല്ലാവരും കർത്താവിന് വേണ്ടി ഓടി നടക്കുക. എന്തിനാ? കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടാൻ. ഈ 6-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 5 അപ്പം കൊണ്ട് 5000 പേർക്ക് നൽകിയതിന്റെ പിന്നാമ്പുറത്തിൽ നിന്ന് വരുന്ന ഒത്തിരി കാര്യങ്ങളാണ്. 5 അപ്പം കൊണ്ട് 5000 പേര് ഭക്ഷിച്ച് തൃപ്തരായപ്പോ ഈശോയെ തേടി ഓടി നടക്കുകയാണ് ആളുകൾ. പിന്നാലെ വരുമോ? ഈശോ പറയണ, അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ തേടുന്നേ. അത്ഭുതങ്ങൾക്ക് വേണ്ടി, രോഗശാന്തികൾക്ക് വേണ്ടി അതും ഇതും കാണിച്ച് ഓടി നടക്കുമ്പോ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഓടേണ്ടത് എന്തിനു വേണ്ടിയാ? അതീശോ പറഞ്ഞ്, മനുഷ്യപുത്രൻ തരുന്ന അനശ്വരമായ അപ്പമാകുന്ന വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി, ആ കുർബാനയിൽ നിന്ന് ജീവിക്കാൻ വേണ്ടി ആരോടുന്നുണ്ട്? അങ്ങനെ പോകുന്ന ഒരുവനെയും എന്റെ പ്രിയപ്പെട്ട മക്കളെ ഒന്നിനും കീഴ്പ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയുടെ ഈ മഹാതിരുനാൾ ദിനത്തില് നമ്മുടെ ജീവിതങ്ങളൊക്കെ ഒന്ന് ആഴത്തിൽ പരിശോധിക്കും മക്കളെ. വീണ്ടും വീണ്ടും പറയാം, നമ്മൾ ചെയ്യേണ്ട വലിയ കാര്യം ഇവിടെ ഒന്ന് ക്രമപ്പെടുത്തുക. ഈശോ തന്നു കഴിഞ്ഞു. നമ്മുടെ രക്ഷയ്ക്ക്, നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്ക്, പരീക്ഷയിൽ വിജയത്തിന്, എന്തിനും ഏതിനും വേണ്ട കാര്യങ്ങളൊക്കെ ഈശോ വിശുദ്ധ കുർബാനയിൽ ചെയ്ത് കഴിഞ്ഞു. പാപിയാണോ? പാപങ്ങൾ കുർബാനയിൽ കർത്താവ് ഏറ്റെടുത്ത് പരിഹാരം ബലിയർപ്പിച്ചു. ശാപങ്ങളുണ്ടോ? ശാപങ്ങൾ കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞു.
മുറിവേറ്റിട്ടുണ്ടോ? ആ മുറിവുകളെ കർത്താവ് കുരിശിൽ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി അതിൽ കടങ്ങളുണ്ടോ? ആ കടങ്ങളൊക്കെ വിശുദ്ധ കുർബാനയിൽ ഈശോ വീട്ടിക്കഴിഞ്ഞു. അതല്ലേ നമ്മളെ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, നമ്മുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. അങ്ങ് ഞങ്ങൾ സ്വീകരിച്ച ഈ കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. വിശുദ്ധ കുർബാനയിൽ പല സ്ഥലത്തും നമ്മൾ പറയുന്നുണ്ട് കടങ്ങളുടെ പൊറുതി, പാപത്തിന്റെ മോചനം. വിശുദ്ധ കുർബാന അർത്ഥം മനസ്സിലാക്കി ആ പ്രാർത്ഥനകളും ആ യാചനകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തമാക്കി അർപ്പിച്ച് ആ കുർബാനയിലൂടെ ഈശോയെ തന്നെ ഈശോ തരുമ്പോ ആ ഈശോയെ സ്വീകരിച്ചാൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, ആ ഒറ്റ കാര്യം മതി. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ലോകത്തിന് ജീവൻ വേണോ? കുടുംബത്തിന് ജീവൻ വേണോ? മക്കൾ രക്ഷപ്പെടണോ? ഒറ്റ വഴി, അതാണ് വിശുദ്ധ കുർബാന. എന്നാൽ അർത്ഥമേ എന്ന് പറയട്ടെ, വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന സിനിമകള്, മീഡിയകള്, ചില മേഖലകള്, ഇലൂമിനാറ്റി, ഫ്രീമേസൺസ്, ബ്ലാക്ക് മാസ്, കുർബാനയെ നിന്ദിക്കുന്നവര്, കുർബാനയെ പരിഹസിക്കുന്നവര്, കുർബാന എന്തെന്നറിയാതെ അവഹേളിക്കുന്നവര്, വിശുദ്ധ കുർബാനയായിട്ട് സക്രാരിയിൽ ഈശോ എഴുന്നള്ളി ഇരുന്നിട്ടും ആ ഈശോയെ ഒറ്റക്കിരുത്തുന്നവര്, നിത്യാരാധന ആലയങ്ങളിലേക്ക് നമ്മുടെ കർത്താവിന്റെ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വന്നിരിക്കാൻ മനസ്സില്ലാത്തവര്, അതിനെ അവഗണിക്കുന്നവര്. ഈശോയുടെ വലിയ വേദനയാ. ഞാൻ ഇതുപോലെ തന്നിട്ടും, ഇതുപോലെ വിശുദ്ധ കുർബാനയായിട്ടും, ഇതുപോലെ കീറി മുറിച്ച് നൽകിയിട്ടും എന്റെ മക്കൾക്ക് എന്നെ വേണ്ട. കർത്താവിന്റെ വലിയ വേദന. അതുകൊണ്ട് മക്കളെ, വിശുദ്ധ കുർബാനയെ നമ്മൾ സ്നേഹിക്കണം, വിശുദ്ധ കുർബാനയെ നമ്മൾ അറിയണം, വിശുദ്ധ കുർബാനയെ നമ്മൾ സ്വീകരിക്കണം. വിശുദ്ധ കുർബാന എന്റെ ഈശോയ, അവന്റെ ചങ്കാണ് വിശുദ്ധ കുർബാന, അവന്റെ രക്തമാണ് വിശുദ്ധ കുർബാന. എത്രയോ 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 വട്ടം ഇതൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, ഉറപ്പിച്ചിട്ടുണ്ട്, കർത്താവ് തെളിയിച്ചിട്ടുണ്ട്. ഇന്നും ഇതെല്ലാമായിട്ടും നമ്മുടെ കുർബാന ബന്ധം എന്തുമാത്രം ആഴപ്പെട്ടിട്ടുണ്ട് മക്കളെ. കണ്ണീരോടെ ദിവ്യാന മുമ്പില്, കുർബാനയുടെ മുമ്പില് നമ്മെ തന്നെ ഒന്ന് ക്രമപ്പെടുത്തണം. നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കണം. ആ വലിയ അഭിഷേകത്തിന് വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് വീണ്ടും വീണ്ടും അച്ഛൻ പറയാ, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ സമഗ്രമായ വിമോചനത്തിനും ജീവനും രക്ഷയ്ക്കും വേണ്ടി ഈശോ നൽകിയിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയെ അറിഞ്ഞ് അനുഭവിച്ച് മനസ്സിലാക്കി സ്വീകരിക്കുവാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ മക്കൾക്ക് വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പറയും, നമ്മുടെ മക്കൾ കുർബാന ബന്ധത്തിൽ, ഇത് വെറുതെ പള്ളി പോയിട്ട് ആൾക്കാർ നിന്നതുകൊണ്ടല്ല, കുർബാന ബന്ധത്തിൽ ഈശോയെ സ്വീകരിച്ച് അനുഭവിച്ച് ഈശോയിൽ വളർന്നാൽ, ഞാൻ പറയും, നമ്മുടെ മക്കളെ പോലെ ഒരു മക്കൾ ഈ ലോകത്തുണ്ടാവില്ല. അത്രമാത്രം പവർഫുൾ ആണ് ക്രൈസ്തവ മക്കൾ, വിശുദ്ധ കുർബാനയുള്ള മക്കൾ, യേശു കൂടെയുള്ള മക്കൾ, ജീവനുള്ള മക്കൾ. അവരെ ഭയപ്പെടുത്താനോ തകർക്കാനോ തടസ്സപ്പെടുത്താനോ ആർക്കും പറ്റത്തില്ല. കാരണം കൂടെ വസിക്കുന്ന കർത്താവ് നമ്മിൽ പ്രവർത്തിക്കും, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്യും. അപ്പൊ കുർബാനയുടെ മഹത്വം മനസ്സിലാക്കാൻ നമുക്കിടയാകട്ടെ, നമ്മുടെ മക്കൾക്കിടയാകട്ടെ, നമ്മുടെ കുടുംബാംഗങ്ങൾക്കിടയാകട്ടെ, ജീവിത പങ്കാളിക്കിടയാകട്ടെ, സഭയ്ക്കിടയാകട്ടെ. ഇന്ന് ഇതിനർത്ഥം മനസ്സിലാക്കാത്ത അനേകം പൗരോഹിത്യ മേഖലകളുണ്ട്, സന്യാസ ജീവിതങ്ങളുണ്ട്, ഒത്തിരിയേറെ വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന അനേക മക്കളുണ്ട്, അഭിവന്യ പിതാക്കന്മാരോ ഉന്നത സ്ഥാനീയരായിട്ടുള്ളവര്. മക്കളെ, ഈ അടിസ്ഥാനം അറിഞ്ഞാൽ, ഈ കുർബാന എന്തെന്നറിഞ്ഞാൽ, ആ കുർബാനയ്ക്ക് വേണ്ടി ഈശോ ചെയ്ത പ്രവൃത്തി, എളിമപ്പെട്ട് പാദം കഴുകി കീറി മുറിച്ച് ദാസനെ പോലെ അടിമയെ പോലെ എല്ലാം നൽകിയ കർത്താവിന്റെ കുർബാന അറിഞ്ഞാൽ സഭയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതറിയാത്തവരാണ് പല സഭ അധികാരികളും അല്ലെങ്കിൽ വൈദിക സന്യസ്ത കൂട്ടായ്മകളും അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വത്തിലുള്ള പല മേഖലകളും, ക്രൈസ്തവ കുടുംബങ്ങളും യുവമക്കളൊക്കെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയുടെ തിരുനാളില് കുർബാനയുടെ വലിയ അനുഭവം നൽകി നമ്മുടെ സഭയെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ അധികാരികളെ, നമ്മുടെ യുവമക്കളെ, നമ്മുടെ കുഞ്ഞുമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളെയും കുർബാന ബന്ധിയായ, കുർബാന കേന്ദ്രീകൃതമായ, യേശുവിന്റെ കൂടെ ജീവിക്കുന്ന, യേശുവിനെ കൂടെ നിർത്തുന്ന, യേശുവിൽ വളരുന്ന ഒരു ജീവിതമാക്കി മാറ്റാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, എവിടെ പോയാലും, ഈ ലോകത്തിന് എവിടെ പോയാലും നമുക്കറിയാം, ഓരോ ദിവസവും എത്ര ലക്ഷക്കണക്കിന് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത്. ഓരോ നിമിഷവും
ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ബലി അർപ്പിക്കപ്പെടുന്നുണ്ട്. ഈ കുർബാന ഇല്ലാത്ത ഒരു ലോകം സൂര്യനില്ലാത്ത ലോകം പോലെയാണ്. സൂര്യനില്ലെങ്കിൽ പിന്നെ ലോകമുണ്ടോ, ഭൂമിയുണ്ടോ എന്ന് പറഞ്ഞ പോലെ കുർബാന നഷ്ടപ്പെട്ടാൽ പിന്നെ ലോകത്തിന് നിലനിൽപ്പില്ല, ലോകത്തിന് ജീവനില്ല. അതുകൊണ്ട് അർപ്പിക്കപ്പെടുന്ന ബലികൾ അതിന്റെ ചൈതന്യത്തോടു കൂടി അർപ്പിക്കപ്പെടട്ടെ. അർപ്പിക്കപ്പെടുന്ന ബലികൾ അതിന്റെ ചൈതന്യത്തോടു കൂടി സ്വീകരിക്കപ്പെടട്ടെ. അർപ്പിക്കപ്പെടുന്ന ബലികൾ കർത്താവിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യമായിട്ട് മാറട്ടെ. എന്നാൽ ഘട്ടമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒത്തിരിയേറെ ഇടങ്ങളില് ദേവാലയങ്ങൾ അടയ്ക്കപ്പെടുന്നു, ബലിയർപ്പണം മുടക്കപ്പെടുന്നു, ദേവാലയം വിറ്റഴിക്കപ്പെടുന്നു. ഇതൊക്കെ വലിയൊരു ദയനീയമായ അവസ്ഥയാണ്. ഒരു കാലഘട്ടത്തില് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കാർന്നമാര്, പൂർവികര് ദേവാലയങ്ങൾ പണിതുയർത്തി ബലിയർപ്പിച്ചു, കർത്താവിനെ ആരാധിച്ചു, കർത്താവിന്റെ സാന്നിധ്യം വിളിച്ചിറക്കി, കർത്താവ് അനുഗ്രഹിച്ചു ആ ദേശത്തെ, ആ കുടുംബങ്ങളെ, ആ മാനവകുലത്തെ, ആ സമൂഹത്തെ. കർത്താവിനെ വിട്ടു നശിച്ച് അടങ്ങി ഒടുങ്ങുന്ന സത്യമായ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അനുഭവങ്ങൾ, ചരിത്രം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഇതെല്ലാം തന്നെ നമ്മളെ കുർബാനയിലേക്ക് അടുപ്പിക്കട്ടെ, ദേവാലയത്തിലേക്ക് അടുപ്പിക്കട്ടെ, ശുദ്ധ ഉദാശകളിലേക്ക് അടുപ്പിക്കട്ടെ, ദിവ്യകാരുടെ മുമ്പിലേക്ക് അടുപ്പിക്കട്ടെ. വലിയ അഭിഷേകമായി കർത്താവിന്റെ വലിയ കരുണ ശുദ്ധ കുർബാനയിലൂടെ സകല മക്കളും അനുഭവിക്കാനിടയാകട്ടെ. അല്പസമയം നമ്മള് ദിവ്യകാല സന്നദ്ധിയില് ഈ കുർബാന തിരുനാളില് കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ആ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കാം നമ്മുടെ നിയോഗങ്ങള്, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം, നമ്മുടെ അവസ്ഥകള് എല്ലാം കുർബാനയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, കുർബാന രക്ഷയാണ്, ജീവനാണ്, സൗഖ്യമാണ്, വിടുതലാണ്, എല്ലാമാണ്, സർവസ്വവുമാണ്. കർത്താവിന്റെ കൂടെ ആയിരിക്കാം. ഭാഗ്യം ലഭിച്ച മക്കളെ, കർത്താവിന്റെ കൂടെയായിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിശുദ്ധ കുർബാനയുടെ തിരുനാളിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. നാളെ കാർമൽ ധ്യാന കേന്ദ്രത്തില് വാരാന്ത്യ ധ്യാനം ആരംഭിക്കുകയാണ്. നാളെ വൈകിട്ട് 4 മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങും. 6 മണിയോട് അനുബന്ധിച്ച് ധ്യാനം ആരംഭിക്കും. ഞായറാഴ്ച 22-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ധ്യാനം അവസാനിക്കും. എല്ലാവർക്കും ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ധ്യാനത്തിനു വേണ്ടി. കുർബാന ബന്ധിയായ രക്ഷാകരമായ മഹത്വത്തിന്റെ സമ്പന്നത എല്ലാ മക്കളും അനുഭവിച്ച്, അത് അനേക കുടുംബങ്ങൾ അനുഭവിച്ച്, മക്കൾ അനുഭവിച്ച് യഥാർത്ഥമായ രക്ഷയും ശക്തിയും ജീവനും വളർച്ചയും പ്രാപിക്കാൻ ഇടയാകത്തക്ക വിധം ഈ ധ്യാനത്തെ അഭിഷേകം ചെയ്യാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം നന്ദിയോടെ നമ്മുടെ ദിവ്യകാല യാത്രയ്ക്കുള്ള വാഹനത്തിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് കുറച്ച് വെഞ്ചിരിപ്പുകളും ഒരുക്കത്തോടു കൂടി ഈ മാസം തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞോളാം. നമ്മുടെ ഈ ദിവ്യകാരുണ്യ യാത്രകളും ജപമാല പ്രദക്ഷിണങ്ങളും കർത്താവിന് കൂടെ നിർത്തിക്കൊണ്ടുള്ള ശുശ്രൂഷകളും അതിശക്തമാക്കിയാണ്, പ്രബലമാക്കിയാണ്. പ്രാർത്ഥിക്കുക, ഒരുമിച്ച് നിൽക്കുക. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, വിശുദ്ധ കുർബാനയുടെ ഈ മഹാ തിരുനാളില്, എല്ലാ തിരുനാളുകളുടെയും തിരുനാളായ ഈ മഹാദിനത്തില് അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയുടെ കരുണയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിലായിരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾക്ക് ജീവൻ നൽകുവാൻ, ഞങ്ങളുടെ കൂടെ വസിക്കുവാൻ, ഞങ്ങളിൽ വസിക്കുവാൻ, ഞങ്ങൾ അങ്ങയിൽ വസിക്കുവാൻ വലിയ ഭാഗ്യം നൽകിക്കൊണ്ടാണല്ലോ അങ്ങ് വിശുദ്ധ കുർബാനയായിട്ട് മാറിയത്. അതിനുവേണ്ടി അങ്ങ് കുരിശിൽ മരിച്ചു, ഞങ്ങൾക്ക് വേണ്ടി കീറി മുറിച്ചു, ഞങ്ങൾക്ക് വേണ്ടി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തു, ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടു, ഞങ്ങൾക്ക് വേണ്ടി അപമാനം ഏറ്റെടുത്തു, ഞങ്ങൾക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനെ പോലെ അങ്ങായി. കർത്താവേ, അങ്ങ് അങ്ങയെ തന്നെ കീറി മുറിച്ചുകൊണ്ടാണ്, അങ്ങയുടെ തിരുഹൃദയം ഞങ്ങൾക്ക് വേണ്ടി കീറി തന്നുകൊണ്ടാണ് കർത്താവേ അങ്ങ് വിശുദ്ധ കുർബാനയായിട്ട് മാറിയത്. ആ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയെ സ്വന്തമാക്കി, അങ്ങയെ സ്വീകരിച്ച് ഞങ്ങൾ ജീവിച്ചാല്, ഞങ്ങളുടെ മക്കൾ ജീവിച്ചാല്, അനശ്വരമായ ഈ അപ്പമാകുന്ന വിശുദ്ധ കുർബാനയെ സ്വീകരിച്ചാല് ഞങ്ങൾ നശിക്കത്തില്ല, മരിക്കത്തില്ല, തകർക്കപ്പെടില്ല. ഒരു പിശാചിനും ഒരു തടസ്സത്തിനും ഒരു കെട്ടിനും ഒരു ബന്ധനത്തിനും തടസ്സപ്പെടുത്താൻ സാധിക്കത്തില്ല. മാത്രമല്ല, ജീവന്റെ സമൃദ്ധി ഞങ്ങൾക്ക് നൽകും എന്നങ്ങ് ഞങ്ങളോട് പറഞ്ഞല്ലോ. ഈശോയെ, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഈശോയുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു. ഈശോ, ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വലിയ കരുണ സ്വന്തമാക്കാൻ
അങ്ങയുടെ ജീവന്റെ സമൃദ്ധി സ്വന്തമാക്കാൻ യോഗ്യതയോടെ വിശുദ്ധിയോടെ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ കർത്താവെ കുമ്പസാരിച്ച് ശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനാണ് എന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് കർത്താവെ അങ്ങയെ സ്വീകരിക്കാൻ, ഈ കുർബാന അർപ്പിക്കാൻ, കുർബാനയിൽ അങ്ങ് ചെയ്ത പ്രവൃത്തികൾ സ്വന്തമാക്കി സ്വീകരിക്കാൻ, പാപത്തിന്റെ, ശാപത്തിന്റെ, മരണത്തിന്റെ, കടങ്ങളുടെ, സാത്താന്റെ ആധിപത്യങ്ങളെ തകർത്തെറിഞ്ഞ് ആ ശക്തിയും രക്ഷയും കൈവരിക്കാൻ ഈശോയെ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക്, അങ്ങയുടെ ദിവ്യ കാരുണ്യത്തിലേക്ക്, ഈ വിശുദ്ധ കുർബാനയിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങള്, ജീവിത പങ്കാളി, മരിച്ചുപോയ പൂർവികര്, ഞങ്ങളുടെ കുഞ്ഞുമക്കള്, കർത്താവ് ഞങ്ങളുടെ വീടിരിക്കുന്ന മണ്ണ്, ഞങ്ങളുടെ മക്കളുടെ പഠനങ്ങള്, ഇപ്പോഴത്തെ അവസ്ഥകള്, ചില തടസ്സങ്ങള്, ചില പൈശാചിക പീഡകള്, പരാജയങ്ങള്, എന്തിനും ഏതിനും ഒത്തിരിയേറെ പ്രതിസന്ധികള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കളെ വിശുദ്ധ കുർബാനയില് നമുക്ക് വേണ്ട എല്ലാം ഉണ്ട്. രക്ഷയുണ്ട്, ജീവനുണ്ട്, സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, സമാധാനമുണ്ട്, സംരക്ഷണമുണ്ട്, കർത്താവ് തന്നെയുണ്ട് കൂടെ. ഈശോയെ ആ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ മക്കളെല്ലാം സമർപ്പിക്കുന്നു. കർത്താവിന്റെ വലിയ സ്നേഹത്തിലേക്ക്, ആ വലിയ കരുണയിലേക്ക്, ആ ജീവന്റെ സമൃദ്ധിയിലേക്ക്, കർത്താവിങ്കിലേക്ക് തന്നെ നമ്മെ സമർപ്പിച്ചുകൊണ്ട് ഇരുകാര്യങ്ങളും ഉയർത്തി ഈ കുർബാനയുടെ, വിശുദ്ധ കുർബാനയുടെ ഈ മഹാതിരുനാളില് നമ്മുടെ കർത്താവിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത്, ആ വലിയ കരുണയോർത്ത്, വിശുദ്ധ കുർബാനയോർത്ത് നമുക്ക് മാലാഖമാരോട് ചേർന്ന്, സ്വർഗത്തോട് ചേർന്ന് നമുക്ക് ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം. ആ ആരാധനയിലൂടെ നമ്മെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെയും കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് എല്ലാം ഏൽപ്പിക്കാം. കുർബാനയില് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കുർബാനയോർത്ത്, ദിവ്യകാരണത്തെ ഓർത്ത്, ജീവന്റെ സാന്നിധ്യത്തെ ഓർത്ത്, രക്ഷാകരമായ മഹത്വത്തിന്റെ സമ്പന്നതയോർത്ത്, എല്ലാത്തിന്റെ പൂർത്തീകരണമായ രക്ഷയോർത്ത് ഈശോയെ ഞങ്ങളുടെ കുർബാനയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ യുവമക്കള്, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. പിശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ കുർബാനയുടെ ശക്തിയാൽ നിർവീര്യമാക്കപ്പെടട്ടെ. വിശുദ്ധ കുർബാനയുടെ ജീവന്റെ സമൃദ്ധിയാൽ എല്ലാ മക്കളും ജീവൻ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വിശുദ്ധ കുർബാനയുടെ തിരുനാളില് കർത്താവിന്റെ കൂടെ ആയിരിക്കാനും, വിശുദ്ധിയോടെ ബലിയർപ്പിക്കാനും, ഈശോയെ സ്വീകരിക്കാനും, ഇനി അങ്ങോട്ട് കുർബാനയിൽ കേന്ദ്രീകൃതമായ, കുർബാനയിൽ തന്നെയുള്ള ജീവിതമാക്കി മാറ്റാൻ വേണ്ട അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി അതിനായി പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അതിനായ ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈശോയെ കുർബാനയിൽ ഞങ്ങൾ ജീവിക്കട്ടെ, വിശുദ്ധ കുർബാന ഞങ്ങൾ സ്വന്തമാക്കട്ടെ, കുർബാനയാകുന്ന അങ്ങയെ ഞങ്ങൾ സ്വീകരിക്കട്ടെ, കുർബാനയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങളിൽ, ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലും പൂർത്തീകരിക്കപ്പെടട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളുടെ നിയോഗങ്ങളും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയെ സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനുനീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനത്തില് കുർബാനയുടെ ആശീർവാദത്തിലൂടെ അങ്ങയുടെ മക്കളെ, മക്കളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും സമർത്ഥമായ ജീവന സമൃദ്ധി കൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
കാര്യങ്ങളും ഉയർത്തി സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു ഈശോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുടെ തിരുനാളിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപകളും ജീവന സമൃദ്ധിയും നിറച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും, ഇവരുടെ കുടുംബങ്ങളെയും, ഇവരുടെ പ്രിയപ്പെട്ട മക്കളെയും, പങ്കെടുക്കുന്ന എല്ലാ യുവമക്കളെയും കുഞ്ഞുമക്കളെയും ഈശോയെ ഇന്നത്തിനും പ്രത്യേകമാവിധം അനുഗ്രഹിക്കണം. കുർബാനയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ചുകൊണ്ട് കർത്താവെ അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാകട്ടെ. ആമേൻ.